അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളോട് വീണ്ടും 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 ഓർമ്മിക്കാട്ടോ. ഇതൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാം. സൗദി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നാട്ടിലേക്ക് റീഎൻട്രിക്ക് പോയി അതേ വിസയ്ക്ക് വരാതെ മറ്റൊരു വിസയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അവർ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇനി പുതിയൊരു വിസയിലേക്ക് വരേണ്ട കാലാവധി എങ്ങനെയാണ്? റീഎൻട്രി കഴിഞ്ഞ് എത്ര മാസം കഴിയണം? അല്ലെങ്കിൽ ഇക്കാമ എക്സ്പയർ ആവണോ? ചോദിച്ചിട്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റീഎൻട്രി കഴിഞ്ഞ് റീഎൻട്രി പോയത് ഒരു മാസത്തിനാണെങ്കിൽ നിങ്ങൾ 3 മാസം നാട്ടിൽ നിൽക്കുക. 2 മാസം റീഎൻട്രിക്കാൻ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 4 മാസം നാട്ടിൽ നിൽക്കുക. 3 മാസം ലീവിനാ പോയതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5 മാസം നാട്ടിൽ നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യുക? നിങ്ങൾ അത് ചെക്ക് ചെയ്യണം, ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇങ്ങനെ ആകുമ്പോഴാണ് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആകുക. ക്യാൻസൽ ആയില്ലേ നമുക്ക് ക്യാൻസൽ ആക്കാം. അതിന് ഇസ്കാത്ത് പറയും. ജവാസാത്ത് നിന്ന് ഇക്കാമ കൊടുത്ത് ഇസ്കാത്ത് ചെയ്യുക. ഇക്കാമ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തിലേക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങൾക്ക് അതിന് മുമ്പ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞ് 1 മാസം കൂടി നാട്ടിൽ നിൽക്കുക. നിങ്ങൾ ലീവ് 1 മാസമാണെങ്കിൽ 2 മാസം. നിങ്ങൾ 2 മാസം ലീവ് വെച്ചാൽ 3 മാസം നിൽക്കുക. അങ്ങനെ റീഎൻട്രി കഴിഞ്ഞ് 1 മാസവും നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യുക? ഇസ്കാത്ത് ചെയ്യുക. മറ്റേത് പിന്നെ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആകുന്നത് റീഎൻട്രി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആകുക. ഇക്കാമ ഡേറ്റ് ഇല്ലെങ്കിലും ക്യാൻസൽ ആവും. ഇക്കാമ ഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാൻസൽ ആവും. ഇനി ഇക്കാമ ഡേറ്റ് കഴിഞ്ഞാലും അത് ചെക്ക് ചെയ്യണം, അത് ക്യാൻസൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു തടസ്സമില്ലാതെ ഇസ്കാത്ത് ചെയ്താൽ ലീവ് കഴിഞ്ഞ് 1 മാസം കൂടി നാട്ടിൽ സ്റ്റേ ചെയ്താൽ മതി. എത്ര മാസം ലീവ് വെച്ചാൽ ആ മാസം കഴിഞ്ഞ് നിങ്ങൾ 1 മാസം കൂടി എക്സ്ട്രാ നാട്ടിൽ നിൽക്കുക. എന്നാലും നിങ്ങൾക്കത് ജവാസാത്തിൽ നിന്ന് ഇസ്കാത്ത് ചെയ്യുക, ക്യാൻസൽ. എന്നാൽ പുതിയ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു തടസ്സമില്ല. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.